എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം വന്നൊരു കമൻറ്റാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ്. ഭഗവാനെ ജപിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പ്രാർത്ഥന ഭഗവാൻ എടുക്കുമ്പോൾ ഭയങ്കര വിഷമമാണിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ജപം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ഭഗവാനും നമ്മളും തമ്മിലുള്ള ഒരു അകലം ഓരോന്നായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരിക്കലൊരു മുനി ഒരു സ്ത്രീയോട് ഒരു കുടത്തിൽ വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ചെറിയ പാത്രം നിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുടത്തിൽ വെള്ളം എടുക്കുന്നത്. പക്ഷേ ആ കുടത്തിൽ ഒരു ഓട്ട ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ത്രീ പോയി വെള്ളം എടുക്കും. അങ്ങനെ ഓരോ വട്ടം എടുക്കുമ്പോഴും ആ കുടം ഇങ്ങനെ മുനിയുടെ അടുത്ത് എത്തുമ്പോഴത്തേനും ആ കുടത്തിലത്തെ വെള്ളമൊക്കെ താഴെ വീണ് ആ ഓട്ടയിൽ കൂടെ താഴെ വീണ് പോയിട്ടുണ്ടാവും. അങ്ങനെ കുറേ വട്ടം ചെയ്തതിന് ശേഷം ഈ സ്ത്രീ മുനിയോട് ഇങ്ങനെ ചോദിക്കും, അങ്ങക്ക് ഈ ഒരു ഓട്ട ഒന്ന് അടച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം മുനി ഒന്നും മിണ്ടാതെ ഇനിയും വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറയും. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ആ മുനി ആ ഒരു ഓട്ട അടച്ചു കൊടുക്കും. എന്നിട്ട് അടുത്ത പ്രാവശ്യം ആ സ്ത്രീ എടുത്ത് ആ കുടം നിറച്ച് വെള്ളം എടുത്തു കൊണ്ടുവരും. എന്നിട്ട് ആ പാത്രം നിറക്കുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ത്രീ ആ മുനിയോട് ചോദിക്കും, അങ്ങേക്ക് ഇത് ആദ്യം തന്നെ ചെയ്താൽ മതിയായിരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് ഈ ഒരു പാത്രം നിറയ്ക്കാമായിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ആ മുനി ഉത്തരം നൽകുകയാണ്. അതായത് ഈ ഒരു കുടത്തിൽ ഓരോ പ്രാവശ്യവും നീ വെള്ളം എടുത്തു കൊണ്ടുവരുമ്പോഴത്തേനും ഈ കുടത്തിൽ ഈ വെള്ളം ഇവിടെ എത്തുന്നില്ലായിരുന്നു, എന്നാൽ ഈ കുടം ഓരോ പ്രാവശ്യം വൃത്തിയാവുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നതും. നമ്മൾ ഓരോ വട്ടം ജപിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ക്ലീൻ ആവുകയാണ് ചെയ്യുക. ആ ക്ലീൻ ആയിട്ടുള്ള മനസ്സിൽ പിന്നീട് ഭഗവാൻ പ്രകാശിക്കും എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലെ സംശയങ്ങൾ ഉള്ളവർ ഇതുപോലെ കമൻറ്റ് ഇട്ടാൽ മതി, അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. താങ്ക് യു.